നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 17 ഏങ്ങണ്ടിയൂരിൽ കാർ മരത്തിലിടിച്ച് 3 പേർ മരിച്ചു. മരിച്ചത് അച്ഛനും അമ്മയും മകനും. BJP പ്രവർത്തകനായിരുന്ന സത്യേഷ് ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ പ്രകടനവും പൊതുയോഗവും. SN പുരം അഞ്ചങ്ങാടിയിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയ വ്യാപാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാർത്തകൾ വിശദമായി. ദേശീയപാത 17 ഏങ്ങണ്ടിയൂരിൽ ആശാൻ റോഡിനടുത്ത് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 3 പേർ മരിച്ചു. എറണാകുളം തിരുവാങ്കുളം സ്വദേശികളായ അച്ഛനും അമ്മയും മകനുമാണ് മരിച്ചത്. തിരുവാങ്കുളം മാമല വേണുഭവനിൽ വേണുവിന്റെ ഭാര്യ രാധ, മകൻ ഷിനു എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 7:15 അപകടം. ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്നു സംഘം. ഷിനുവാണ് കാർ ഓടിച്ചിരുന്നത്. നിയന്ത്രണം തെറ്റിയ കാർ റോഡരികിലെ മരത്തിലിടിക്കുകയായിരുന്നുവെന്ന് പരിസരവാസികൾ പറഞ്ഞു. അപകടത്തിൽ ഫോർഡ് ഐറ്റൺ കാർ നിശേഷം തകർന്ന നിലയിലാണ്. ഷിനു സംഭവ സ്ഥലത്തും മറ്റുള്ളവർ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേയുമാണ് മരിച്ചത്. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി. BJP പ്രവർത്തകനായിരുന്ന സത്യേഷിന്റെ ബലിദാന ദിനാചരണം കൊടുങ്ങല്ലൂരിൽ നടന്നു. ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി കോതപ്പറമ്പ് 4 കൂടിയ സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കോതപ്പറമ്പിൽ നിന്നും പുറപ്പെട്ട പ്രകടനം കൊടുങ്ങല്ലൂർ നഗരം ചുറ്റി പോലീസ് മൈതാനിയിൽ സമാപിച്ചു. ആദർശവും ധീരതയോ ആദർശവും ധീരതയോ ആദർശവും ധീരതയോ ആദർശവും ധീരതയോ എല്ലാ പ്രേമങ്ങളും തുടർന്ന് നടന്ന പൊതുസമ്മേളനം കോയമ്പത്തൂർ MP CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, AR ശ്രീകുമാർ, KP ഉണ്ണികൃഷ്ണൻ, പോണത്ത് ബാബു, PB സജീവൻ തുടങ്ങിയവരും പ്രസംഗിച്ചു. തളിക്കുളം SNVUP സ്കൂളിലെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് ക്യാമ്പിന് തുടക്കമായി. ബ്ലൂമിംഗ് ബഡ്സ് പ്രീ പ്രൈമറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഗീതാ വിനോദൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൾ ജബ്ബാർ, നൂർദീൻ ഷാ, EK ഉഷാബായ്, വലപ്പാട് AEO AB ജയപ്രകാശ്, ജനപ്രതിനിധികളായ സജു ഹരിദാസ്, വിനോദൻ നെല്ലിപ്പറമ്പിൽ, സിന്ധു സന്തോഷ്, TR സന്തോഷ് കുമാർ എന്നിവരും പ്രസംഗിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി റാലിയും ഉണ്ടായിരുന്നു. SN പുരം അഞ്ചങ്ങാടിയിൽ മിഠായി വാങ്ങാൻ കടയിലെത്തിയ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയോട് വ്യാപാരി അപമര്യാദയായി പെരുമാറി. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കടക്കാരൻ റഹീമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിഷേധവുമായി എത്തിയ SFI പ്രവർത്തകർ വ്യാപാര സ്ഥാപനം ആക്രമിച്ചു. ഡിസംബർ 28-നായിരുന്നു സംഭവം. അഞ്ചങ്ങാടി UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെയായിരുന്നു കടക്കാരന്റെ കടന്നുകയറ്റം ഉണ്ടായത്. കുട്ടി കരഞ്ഞുകൊണ്ട് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ അന്ന് കാര്യമായി എടുത്തിരുന്നില്ല. പിന്നീട് നാട്ടുകാർ അറിഞ്ഞതിനെ തുടർന്നാണ് പ്രശ്നം പോലീസിൽ എത്തിച്ചത്. സ്കൂളിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് കടക്കാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തിയ SFI പ്രവർത്തകർ വ്യാപാര സ്ഥാപനം അടിച്ചു തകർക്കുകയും ചെയ്തു. കൊടുങ്ങല്ലൂരിൽ SNDP ശാഖ ഓഫീസിൽ തീപിടുത്തം. ഫർണിച്ചറുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തിനശിച്ചു. തിരുവഞ്ചിക്കുളം വാര്യംപറമ്പിലുള്ള ശാഖാ ഓഫീസിലാണ് തീപിടുത്തം ഉണ്ടായത്. അടച്ചിട്ടിരുന്ന കെട്ടിടത്തിനകത്തുണ്ടായിരുന്ന 50ഓളം പ്ലാസ്റ്റിക് കസേരകളും ഫാൻ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും പൂർണ്ണമായും കത്തി. ഫയർഫോഴ്സ് എത്തിയെങ്കിലും നാട്ടുകാർ ചേർന്ന് തീ അണച്ചിരുന്നു.
കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറായിരുന്ന പുതൂരുപറമ്പിൽ അബ്ദുൽ ലത്തീഫിന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് ഐ 5-ാം വാർഡ് കമ്മിറ്റി അനുശോചിച്ചു. ടി എം അബ്ദുറഹ്മാൻ അധ്യക്ഷനായി.